നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കൊച്ചിയിൽ സിനിമ, ഗുണ്ട, റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങൾ വാഴുന്നുവെന്ന കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. ഇതിനു മുൻപും നിരവധി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയിട്ടുണ്ട്. മുൻകാല സംഭവങ്ങൾ കൂടി അന്വേഷിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അവ മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ബോളിവുഡിൽ സിനിമ, റിയൽ എസ്റ്റേറ്റ്, അധോലോക മാഫിയ വാഴുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചിയും അതുപോലെയാണ്. കൊച്ചിയിൽ നടക്കുന്ന സിനിമകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. ഗണേഷ് കുമാർ പറയുന്നു, കൊച്ചിയിൽ മാന്യന്മാരായ ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. എന്നാൽ അവരെക്കുറിച്ചല്ല സിനിമ. യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് പ്രതികരണവുമായി നടനും എം.എൽ.എയുമായ ഗണേഷ് കുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമാ പ്രവർത്തകരിൽ ചിലർ മയക്കുമരുന്ന്, കൊട്ടേഷൻ മാഫിയകളുടെ വലയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പോലും സിനിമാ സംഘടനയായ അമ്മയിൽ അംഗത്വം നേടാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംഘടനകളിലെ അംഗത്വത്തിന് സ്ക്രീനിംഗ് സംവിധാനം ഏർപ്പെടുത്തണം. കൊച്ചിയിൽ യുവനടിക്കുണ്ടായ ദുരനുഭവത്തിന് നടി അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവിനും ഉത്തരവാദിത്തമുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇന്നുണ്ടാകുന്ന പല സിനിമകളും സാമൂഹ്യ വിരുദ്ധരുടെ സിനിമകളാണ്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച പല കാര്യങ്ങളും തനിക്കറിയാമെന്നും എന്നാൽ അവയെല്ലാം പൊതുസമൂഹത്തിൽ പറയാനാവില്ലെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. താൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സിനിമാക്കാർക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചാൽ മതിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. കെ.ബി. ഗണേഷ് കുമാറിന്റെ പരാമർശങ്ങളോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.